ആരോടാ നീ സംസാരിക്കുന്നതെന്നറിയോ? ഞാൻ ഈ കമ്പനിയുടെ ആരാണെന്ന് നിനക്കറിയോ? എടാ, ഈ അരവിന്ദ് വിചാരിച്ചാൽ സർ, എടാ പോടാന്നുള്ള വിളിയൊന്നും വേണ്ട. വിളിച്ച നീ എന്തിയോടാ? നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ സാർ അതിര് കടന്നാൽ സാർ ഈ കമ്പനിയിൽ ആരാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നീ എന്നെ തല്ലുന്നാണോടാ പറയുന്നത്? തല്ലാൻ പ്രിയന് മടിയൊന്നുമില്ല. തല്ല ആദ്യം കിട്ടേണ്ടത് അവന്മാർക്ക് തന്നെയായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ സാറ് കൊണ്ടുവന്നവന്മാർക്കിട്ട് പ്രിയൻ തല്ലാതിരുന്നത് സാറിനോടുള്ള റെസ്പെക്റ്റും ഉണ്ട്. അവരെന്ത് തെറ്റെയ്തെന്നാ? ഒരുപാട് ലേഡീസ് ജോലി ചെയ്യുന്ന ഈ ഗാർമെന്റ്സിലെ കള്ളും കുടിച്ച് കോപ്രായം കാണിക്കുന്നത് തെറ്റല്ലെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? കള്ളു കുടിച്ച് ലെഗ് കിട്ടവന്മാരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ സർ? അതുകൊണ്ടാ ഇവിടെ വെച്ച് പാക്ക് ചെയ്യാന്ന് പ്രിയൻ പറഞ്ഞത്. എന്നിട്ട് സാറ് പ്രിയന്റെ മെക്കെട്ട് കയറാൻ വന്ന കള്ളു കുടിച്ച ബോധമില്ലാത്തവരെ സാറിന് വലിയ വിശ്വാസം. പക്ഷെ ഇത്രയും കാലം ആത്മാർത്ഥമായി ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത പ്രിയൻ ചേട്ടനെ സാറിന് വിശ്വാസം ഇല്ല. നിങ്ങളുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി അവരുടെ തലയിൽ കുറ്റം ചേർത്തണ്ട. അവരങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞ സത്യ സർ. അവര് കള്ളു കുടിക്കുന്നത് ഞാൻ കണ്ടതാ. സംശയം ഉണ്ടെങ്കിൽ സാർ അവരെ ഇങ്ങോട്ട് വിളിക്ക്. കള്ളിന്റെ മണം ഉണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അവര് കള്ളുകൂടിയന്മാരാണെങ്കിൽ അവരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കണ്ട. പക്ഷേ ഇത് മുഴുവൻ എനിക്ക് തുറന്ന് പരിശോധിക്കണം. ഈ ബോക്സ് മുഴുവൻ നിങ്ങൾ ഗോഡൌണിലെത്തിക്കേ. ഞാൻ സമ്മതിക്കില്ല എന്ന് സാറിനോട് പറഞ്ഞു. ഞാൻ പറയുന്ന അനുസരിക്കുന്ന നിനക്ക് നല്ലത്. നിനക്കെന്നെ ശരിക്കും അറിയില്ല. സാർ കൈയെടുക്ക. കൈ എടുത്തില്ലെങ്കിൽ നീ എന്തിയോടെ? അരവിന്ദ്, കൈയെടുക്ക.